മക്കളെ, നെസ്റ്റ് 2026 അഥവാ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ നെസ്റ്റ് എക്സാം എന്ന് ചോദിച്ചാൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾക്കാണ്. അതെവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ നൈസർ ഭുവനേശ്വർ ക്യാമ്പസിലും, രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, UMDAE CBS മുംബൈ ക്യാമ്പസിലേക്കും. എന്ന് പറഞ്ഞാൽ ഭുവനേശ്വറിലും മുംബൈയിലുമുള്ള 2 ക്യാമ്പസിലേക്കാണ് ഈ നെസ്റ്റ് എക്സാം നടക്കുന്നത്. ഇനി ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അതായത് ഈ ഭുവനേശ്വർ ക്യാമ്പസിലേക്കും മുംബൈ ക്യാമ്പസിലേക്കും അപ്ലൈ ചെയ്യാൻ ആർക്കാണ് പറ്റുക എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഏതിലൊക്കെ? ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്. +1 +2 ഈ 4 സബ്ജക്റ്റിൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്റ്റെങ്കിലും പഠിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ +2 എക്സാമിനേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ്. ഏതെങ്കിലും ഒരു അംഗീകൃത ബോർഡ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബോർഡിൽ നിന്നോ. അതായത് നമുക്ക് കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആർക്കും പറ്റും, നോർമൽ ഹയർ സെക്കൻഡറി, CBSE, ICSE എല്ലാവർക്കും പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2024 പാസ് ഔട്ട് ആയവർക്കോ 2025 പാസ് ഔട്ട് ആയവർക്കോ അല്ലെങ്കിൽ 26 അപ്പിയർ ചെയ്യാൻ പോകുന്നവർക്കോ ഈ 3 കൂട്ടർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇനി 2026 അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ ഈ പറയുന്ന ക്രൈറ്റീരിയ, അതായത് മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. റിസൾട്ട് വരുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രം. ഇനി ഈ 3 സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഉണ്ടാവണം അഗ്രിഗേറ്റ്. ഇത് ഇൻഡിവിജ്വലി അല്ല, ഈ 4 സബ്ജക്റ്റുകൾ കൂടി ചേർത്ത് അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകൾ കൂടി ചേർത്ത് 60% മാർക്ക് ഉണ്ടാവണം. +2 60% മാർക്ക് ഉണ്ടാവണം. ഇനി നേരെ തിരിച്ച് SC കാറ്റഗറിയോ ST കാറ്റഗറിയോ ഫിസിക്കൽ ഡിസിപ്ലിനിറ്റി ഉള്ള കാറ്റഗറിയോ ഒക്കെ ആണെങ്കിൽ 55% മാർക്ക് മതിയാവും. ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ നോക്കാം. എക്സാമിനേഷൻ ഓൾമോസ്റ്റ് എല്ലാ മേജർ സെൻറ്റേഴ്സിലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേസിലാണെങ്കിൽ 14 ജില്ലകളിലും സെൻറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെൻറ്ററുകൾ ഞാൻ പിന്നീട് പറയാം. ജൂൺ 6-ാം തീയതി ഒരൊറ്റ സെഷനായിട്ടാണ് ഓൾ ഓവർ ദി ഇന്ത്യ എക്സാം നടക്കുക. ജൂൺ 6-ാം തീയതി 2 മണി തുടങ്ങി 5 മണി വരെ 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, CBT ആണ്. ഇനി സെൻറ്ററുകൾ നോക്കുക. കേരളത്തിലെ സെൻറ്ററുകൾ ആലപ്പുഴയിൽ സെൻറ്ററുണ്ട്, എറണാകുളത്ത് സെൻറ്ററുണ്ട്, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും സെൻറ്ററുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എനി 3 സിറ്റീസ്, നിങ്ങൾക്ക് ഏതെങ്കിലും 3 സിറ്റീസ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള 3 സിറ്റീസ് ചൂസ് ചെയ്യാം. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. സൈറ്റ് nestexam.in എന്നുള്ള സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റിൽ നിങ്ങൾ കയറിയാൽ രജിസ്റ്ററൊന്നും ലോഗിനൊന്നുമുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലാത്തവർക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യാം. ഇത് ഏപ്രിൽ 6-ാം തീയതി വരെ സമയമുണ്ടാവും. ഏപ്രിൽ 6-ാം തീയതി രാത്രി 11:30 വരെ സമയമുണ്ടാവും. എന്നാൽ പേയ്മെൻറ്റിൻ്റെ പെൻഡിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ ഏപ്രിൽ 12-ാം തീയതി വരെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി അപ്ലിക്കേഷൻ ഫീ നോക്കുക. ദ അപ്ലിക്കേഷൻ ഫീ ഫോർ ദ മെയിൽ കാൻഡിഡേറ്റ്, അൺറിസർവ്ഡ് കാറ്റഗറിയിലെ ആൺകുട്ടികൾക്കും OBC കാറ്റഗറിയിലെ ആൺകുട്ടികൾക്കുമൊക്കെ 1400 രൂപയായിരിക്കും ഫീ. എന്നാൽ നേരെ തിരിച്ച് EWS കാറ്റഗറി, OBC അല്ല, EWS കാറ്റഗറി, SC കാറ്റഗറി, ST കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതുപോലെ എല്ലാ കാറ്റഗറിയിലെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ജനറൽ ആയിക്കോട്ടെ OBC ആയിക്കോട്ടെ, എല്ലാ കാറ്റഗറിയിലെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 700 രൂപയാണ് ഫീ ഉണ്ടാവുക. അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി കാണിക്കുന്നു, nestexam.in എന്നുള്ളതാണ് സൈറ്റ്. ഇനി ഡേറ്റ്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 5-ാം തീയതി, ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 6-ാം തീയതി രാത്രി 11:30 വരെ. ക്ലോസിംഗ് ഓഫ് പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യേണ്ടത് ഏപ്രിൽ 12-ന് മുമ്പ്. അഡ്മിറ്റ് കാർഡ് മെയ് 15 തുടങ്ങി വന്നു തുടങ്ങും. അതേപോലെ എക്സാം ജൂൺ 6-ാം തീയതി ആയിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, കുട്ടിയുടെ കറക്റ്റ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം. ആ ഇമെയിലിലേക്കായിരിക്കും ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊക്കെ വരിക. അതേപോലെ ഒരു മൊബൈൽ നമ്പർ വാലിഡ് ഉണ്ടാവണം, അതിലേക്കും SMS ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം, കുട്ടിയുടെ സിഗ്നേച്ചർ ഉണ്ടാവണം, സ്കാൻഡ് ആൻഡ് ക്രോപ്പ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്കാൻഡ് ഇമേജസ് ആണ് വേണ്ടത്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ 80 KB കൂട്ടരുത്, നോട്ട് ബി മോർ ദാൻ 80 KB. ഇതിന് മേലേക്ക് പോകരുത്, അതിനുള്ളിൽ നിൽക്കണം. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. ഇനി എൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക.
അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഭുവനേശ്വർ നൈസറിൽ 101 സീറ്റാണെങ്കിൽ മുംബൈ CBSൽ 23 സീറ്റാണ്. EWSന് നൈസറിൽ റിസർവേഷൻ ഇല്ല, എന്നാൽ മുംബൈ ക്യാമ്പസിൽ 6 സീറ്റ് റിസർവ്ഡ് ആണ്. OBC NCLന് ഭുവനേശ്വറിൽ 54 സീറ്റ് റിസർവ്ഡ് ആണ്, മുംബൈ ക്യാമ്പസിൽ 15 സീറ്റ് റിസർവ്ഡ് ആണ്. SC കാറ്റഗറിക്ക് 30 സീറ്റ് ഭുവനേശ്വറിലും 9 സീറ്റ് മുംബൈയിലും, STക്ക് 15 സീറ്റും 4 സീറ്റും വീതം. ഓരോ കാറ്റഗറിയുടെയും 5% വീതം ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 200 സീറ്റാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. 57 സീറ്റ് മുംബൈയിലും ഉണ്ടാവും, 200 സീറ്റ് ഭുവനേശ്വറിലും ഉണ്ടാവും. ഇനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു NCERT ആണ്. അതായത് നമ്മൾ JEEക്കും നീറ്റിനുമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് NCERT ബേസ്ഡ് തന്നെയാണ്. അവരുടെ സിലബസ് ശ്രദ്ധിച്ചാൽ അറിയാം, NCERTയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയ ചാപ്റ്ററുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. NCERTയിൽ പറഞ്ഞിരിക്കുന്ന ടൈറ്റിലുകൾ തന്നെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് NCERT ബേസ്ഡ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിലബസ് സൈറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് അതേ സൈറ്റിൽ തന്നെ കിട്ടും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽ, ഇപ്പോൾ എക്സാമിൻ്റെ ഞാൻ ആ സിലബസിൻ്റെയും ബാക്കി ഡീറ്റെയിൽ ഒന്നും ഇതിൽ പറയുന്നില്ല, കാരണം നിങ്ങൾ സിലബസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും ഇപ്പോഴല്ല പറയുക. ഇത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും എന്താണ് നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാവാൻ വേണ്ടിയും രജിസ്ട്രേഷനുമുള്ള വീഡിയോ മാത്രമാണ്. അതുകൊണ്ട് എക്സാമിനോടനുബന്ധിച്ച് അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വന്നതിന് ശേഷം എക്സാമുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം ഹോളിൽ എന്തൊക്കെ കൊണ്ടുപോകാം, ഇതൊക്കെ പിന്നീട് പറയാം. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. സ്കോറിംഗ് സിസ്റ്റം നോക്കുക. ദർ ആർ 4 സെക്ഷൻസ്. 4 സെക്ഷനായിട്ടാണ് 60 മാർക്കിനാണ്. അതായത് ഓരോ സബ്ജക്റ്റിലും 20 വീതം ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 വീതം ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 20 വീതം ക്വസ്റ്റ്യൻ ബയോളജിയിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, മാത്സിലും ഫിസിക്സിലും. അങ്ങനെ 20 വീതം ക്വസ്റ്റ്യൻ ഓരോ സെഷനിലും നിങ്ങൾക്കുണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കായിരിക്കും കറക്റ്റ് ഉത്തരത്തിന്. അങ്ങനെ 60 മാർക്കാണ് ബയോളജിക്ക്, കെമിസ്ട്രിക്ക് 60, മാത്സിന് 60, ഫിസിക്സിന്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ദർ ആർ 4 സെക്ഷൻസ് ഓഫ് 60 മാർക്ക് ഈച്ച്. ഓരോന്നിനും 20 ക്വസ്റ്റ്യൻ, കറക്റ്റ് ഉത്തരം 3 മാർക്കാണ് കിട്ടുക. അങ്ങനെ 60 മാർക്കിൻ്റെതാണ്. ഇനി എ കാൻഡിഡേറ്റ് ഹാസ് ടു അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് 3 സെക്ഷൻസ്. ഈ 4 സെക്ഷനിൽ ഏതെങ്കിലും 3 സെക്ഷനെങ്കിലും ചെയ്താലേ പരിഗണിക്കൂ. അതായത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട്. ഏതെങ്കിലും 1 മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഏതെങ്കിലും 3 പാർട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആൻസർ ചെയ്തിരിക്കണം. ഒരു സെഷൻ പൂർണ്ണമായിട്ട് വിട്ടാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് റാങ്ക് പിന്നിലേക്ക് പോകും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും 2 സെഷനിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടും കാര്യമില്ല, മിനിമം 3 സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണമെന്നുണ്ട്. ഇനി ടോട്ടൽ മാർക്ക് ഒബ്റ്റെയിൻ ഇൻ ഈച്ച് സെക്ഷൻ വിൽ ബി കാൽക്കുലേറ്റഡ് ഫോളോയിങ് ദ മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ് കറക്റ്റ് ആൻസറിനുണ്ടാവുക, -1 ആണ് തെറ്റിയാലുണ്ടാവുക. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ശരി ഉത്തരത്തിന് 3 മാർക്ക് ഉണ്ടാവും, തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് നെക്സ്റ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള അപ്ഡേറ്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുമൊക്കെ കമ്മ്യൂണിറ്റി വഴിയാണ് ചോദിക്കേണ്ടി വരിക. അപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ വാട്സപ്പ്, കോളുകൾ ഒഴിവാക്കി വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ റിപ്ലൈ പരമാവധി വേഗത്തിൽ തിരിച്ചെത്തിക്കാം. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ഡേറ്റുകളും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടാവുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.